പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ റോസ്മേരി ചെടിയാണ് ഇന്ന് നിങ്ങൾ കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 10 മാസത്തോളമായി ഞാൻ ഈ റോസ്മേരി വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മാസമായിട്ട് ഞാൻ ഇതിൽ നിന്ന് റോസ്മേരി വാട്ടർ സ്ഥിരമായി ഉണ്ടാക്കുന്നുണ്ട്. കാര്യം ഞാൻ ഉപയോഗിക്കുന്നില്ല, എനിക്ക് റോസ്മേരി വാട്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഒരാഴ്ചയോളം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി, ചൂട് കൂടുതലായിട്ട്. അപ്പം ചൂട് കൂടുതലുള്ള ആൾക്കാർ എനിക്ക് പറ്റില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡോക്ടർമാരുടെ ഉപദേശം നോക്കി വേണം ഈ റോസ്മേരി വാട്ടറൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് നമ്മൾ. അപ്പം എൻ്റെ ഈ റോസ്മേരി ചെടിയിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ റോസ്മേരിയിലും കീടങ്ങൾ നന്നായിട്ടല്ല കീടങ്ങൾ വരാറുണ്ട്. എനിക്കൊരു വെള്ള കളറിലുള്ള ഒരു പ്രാണി ഇതിനകത്ത് വന്നത് കണ്ടത്, കൂട് വെച്ച് അങ്ങനെയൊക്കെ ഒരുതരം മൂഞ്ഞ പോലത്തെ ഒരു സാധനമൊക്കെ വന്നിരിക്കാറുണ്ട്. അത് ഞാൻ അപ്പോൾ കാണുമ്പോഴത്തേക്കും കൈകൊണ്ട് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. കീടനാശിനികളോ ഒന്നും ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലിൽ വന്നിരിക്കുന്ന കീടങ്ങളാണെങ്കിൽ നമ്മൾ മറ്റെന്ത് കീടനാശിനി ഉപയോഗിച്ചിട്ടും കാര്യമില്ല. ജൈവ കീടനാശിനികളാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ ഈ ചെടിക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഇലകൾക്ക് ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഞാനൊരു 2 ആഴ്ച മുന്നേ കുറച്ച് 1.5 ആഴ്ചയ്ക്ക് മുന്നേ കുറച്ച് ചാരം കലക്കി ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു. എനിക്ക് തോന്നണം അത് ഇതിന് പറ്റിയിട്ടില്ല, ഈ റോസ്മേരിക്ക് പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ റോസ്മേരി ഞാൻ വെക്കുന്നത് കരിയില നിറച്ച് അതിനകത്ത് കുറച്ച് ഇലകൾ ഇട്ടിട്ട് ആണ് ഞാൻ ഈ റോസ്മേരി ചെടി തൈകൾ ഇതിനകത്ത് വെക്കുന്നത്. ഈ തൈകൾ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്കിതിനകത്തുനിന്ന് ഇലകൾ നമുക്കുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ വീട്ടാവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ വറക്കുന്നതും അല്ലെങ്കിൽ മറ്റ് മീറ്റുകൾ കുക്ക് ചെയ്യുമ്പോഴും പിന്നെ വെജിറ്റബിൾ കറികൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റൂ അങ്ങനെയുള്ളത് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിടാറുണ്ട്. വേറൊരു സ്വാദാണ് കേട്ടോ, നല്ലൊരു രുചിയാണ്. നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് വീട്ടിൽ കിട്ടാറുണ്ട്. അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റോസ്മേരി കറികളിൽ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആദ്യം പ്രാവശ്യമൊക്കെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് പോകുമല്ലോ എന്ന് ഓർത്ത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ കട്ട് ചെയ്ത് ഒരെണ്ണമാണ് കട്ട് ചെയ്തെങ്കിലും 4-5 തണ്ടായിട്ട് വീണ്ടും അതിൽ നിന്ന് കിളുത്ത് വരും കേട്ടോ. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് വളങ്ങൾ കൊടുക്കണം. വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ചെയ്തത് പോലെ ചാരമൊന്നും കൊടുക്കണ്ട, പിണ്ണാക്കും നമ്മുടെ വേപ്പ് പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടി പുളിപ്പിച്ചൊഴിച്ച് കൊടുക്കുകയോ പിന്നെ അല്ലെങ്കിൽ അത് ചുവട്ടിലിട്ട് മണ്ണിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇത് പയ്യെ അതിൽ നിന്ന് വലിച്ചെടുത്തോളും. അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. പിന്നെ കരിയില നിറച്ചാണല്ലോ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്ത അത്രയും റോസ്മേരി 100-200 ഇത്രയും റോസ്മേരി ഒരു 100-200 ഗ്രാം റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഇല മതി. സാധാരണ എല്ലാവരും ഉണങ്ങിയ ഇലകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇലകളിട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം. അതാണ് എനിക്കിപ്പോൾ ഉള്ള സന്തോഷം വെച്ചാൽ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ കുപ്പികൾ, ഇതിപ്പോൾ നല്ലെണ്ണ വരുന്ന കുപ്പിയാണ്. ആ കുപ്പി 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടപ്പുള്ള ഭാഗത്ത് മണ്ണ് നിറച്ച് അടിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഈ റോസ്മേരി എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെ തണ്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 15 ദിവസം കൊണ്ട് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാം. റോസ്മേരി തൈകളല്ലാതെ തന്നെ എന്ത് കമ്പ് കിളിർപ്പിക്കുന്നതാണെങ്കിലും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടും കേട്ടോ. അതിപ്പം ഞാൻ ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതപ്പം നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും തന്നെ റോസ്മേരി വെച്ച് പിടിപ്പിക്കുക. നമുക്ക് ഉണക്ക റോസ്മേരി ഇലയിൽ നിന്നല്ലാതെ തന്നെ ഫ്രഷായ റോസ്മേരിയിൽ നിന്ന് തന്നെ നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം.